all, welcome to my new video, Travel with Neetu. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബെർലിനത്തെ ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മൾ ജർമ്മനിയിൽ നിന്ന് നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ പിക്ചറാണ് ഈ ബ്രാൻഡൻബർഗ് ഗേറ്റ്. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ, എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ നടക്കുന്നതാണ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റ്. അതായത് ബെർലിനത്തെ എല്ലാ ഐക്കോണിക് ബിൽഡിങ്സിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതുപോലൊരു ലൈറ്റ് ഷോ കാണാൻ പറ്റും. ഇതൊരു 3D ലൈറ്റ് ഷോ ആണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസിലാണ് എല്ലാ വർഷവും ഇവിടുത്തെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നടക്കാറ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് ഷോയുടെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് കേൾക്കാൻ പറ്റുമല്ലേ. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഒരു തീം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 20ാമത്തെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം എല്ലാ ഒക്ടോബർ മാസത്തിലും ഈ ഒരു ഇവൻറ്റ് ഇവിടെ നടക്കാറുണ്ട്. വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഇത് ബെർലിനത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാ വർഷവും തോന്നിയിട്ടുള്ളത് ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ എവിടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം കാണാൻ പറ്റുന്ന എവിടെയാണ് കേട്ടോ. ഒന്നാമത് ഇതൊരു ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് മാത്രമല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനിമേഷൻ, ആ ഒരു പിക്ചേഴ്സും ലൈറ്റ് ഷോ ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. വേറെ എല്ലാ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് ഷോ നമുക്ക് ബ്രാൻഡൻബർഗ് ഗേറ്റിലാണ് എല്ലാ വർഷവും കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ കുറച്ച് ലോങ് വ്യൂ കാണാം. ഇവിടെ നിറച്ച ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ആ ഒരു ലൈറ്റ് ഷോ കണ്ടതിന് ശേഷം കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. ഇതിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഫ്രീഡം ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് തീംസും നമുക്ക് ലൈറ്റ് ഷോയിൽ കാണാം. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ബെർലിൻ കാത്തഡ്രലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഭയങ്കര രസമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇല്ല. അതിന് പകരം അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഇത്തവണ നമുക്ക് ഈ ഒരു ലൈറ്റ് ഷോ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ചേർച്ച് ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചേർച്ചാണ്. ബെർലിൻ കാത്തഡ്രൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ്. ഇതിപ്പോൾ ഇതാ കണ്ടോ, രാത്രി സമയത്തും ആ ഒരു ചെറിയ ലൈറ്റിലൊക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയൊരു കനാൽ സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ ടൂറിസിനൊക്കെ വരുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണത്. അപ്പോൾ ഇത്തവണ അവിടെ ഇല്ല. പക്ഷെ നമുക്കതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ബിൽഡിങ്ങിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷോ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ തീംസൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഒരു 5 മിനിറ്റ്സിൽ ഷോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 7 മണി തൊട്ട് 10 മണി വരെ നമുക്കിവിടെ ലൈറ്റ് ഷോ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല രസമാണ്. ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് കുഴപ്പമില്ല, പക്ഷെ പുറത്ത് ഭയങ്കര വിൻഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കാണാൻ വരുന്നത് വർത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഷോ ആയി ബന്ധപ്പെട്ടിട്ട് കുറേ ലൈറ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം കേട്ടോ. ചെറിയ ചെറിയ ടോയ്സൊക്കെ പോലെ. അപ്പോൾ ഞാൻ ചെറിയൊരു കണ്ണട മേടിച്ചു. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റും അതുപോലെ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുന്ന ലൈറ്റും. അപ്പോൾ എല്ലാ വർഷവും ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് കാണാൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ പള്ളി പെരുന്നാളിലൊക്കെ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന പോലെ ഇവിടെ ആൾക്കാർ സാധനങ്ങൾ വിൽക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു ക്രൗൺ ആണ് മേടിച്ചിരുന്നത്, ഒരു ലൈറ്റിൻ്റെ. ഇത്തവണ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ആണ് മേടിച്ചത് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇതും വെച്ചിട്ട് കുറച്ച് സമയം നോക്കിയിരുന്നു. ഇവിടെ കുട്ടികളുടെ കയ്യിലൊക്കെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ഫണ്ണാണ്. നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഷോ കണ്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനിങ്ങനെ വാങ്ങിക്കാറുണ്ട്, അത് കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഭയങ്കര മാസീവായിട്ടുള്ള വളരെ വലിയൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ലൈറ്റ് ഷോ നല്ല അടിപൊളിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക്കും ഉണ്ട്. നമ്മൾ അത്യാവശ്യം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു 2 പ്ലേസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയ കണ്ണടയാണ്. നല്ല രസമുണ്ടല്ലേ അതിൻ്റെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം വെച്ച് ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോണത് വളരെ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഷോ ഉള്ള അലക്സാണ്ടർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ മെയിൻ ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കാണാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു അടിപൊളി ലേസർ ഷോ ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊന്നും കണ്ടിട്ടില്ല, ഉണ്ടായോ എന്നറിയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരുന്നു, പക്ഷേ ഇതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അലക്സാണ്ടർ പ്ലാറ്റ്സിൻ്റെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള TV ടവർ. പക്ഷെ അതുമ്മ മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇതാ കണ്ടോ ഈ ഒരു ടവർ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ കുറവാണ്. കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു ലേസർ ഷോ നടക്കുന്ന സ്ഥലത്താണ് ആളുകളെ കാണാൻ പറ്റിയത് കേട്ടോ. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. ഇങ്ങനെ ഇതാ ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ
ആ ഒരു ഗ്രീൻ കളറിൽ അതുപോലെ റെഡ് കളറിൽ ഇതുപോലത്തെ ഒരു ലേസർ ലൈറ്റ് കുറച്ച് ദൂരത്തു നിന്ന് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഈ ഒരു ലൈറ്റ് ഷോ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളൊരു 10-15 മിനിറ്റ്സ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ പിന്നെ രാത്രി സമയമാണ്, 10 മണിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര ഇരുട്ടുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈമിലായിട്ട് ഇവിടെ കുറേ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം ഉടനെ തന്നെ അടുത്തൊരു പ്ലേസിലേക്ക് പോയി. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും ഒരു വർത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. രാത്രി ഒരു 10 മണിയൊക്കെ ആയ സമയത്തായിരുന്നു നമ്മളിവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ഒരുപാട് ആൾക്കാരായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വൺസ് ഇൻ ആൻ ഇയർ ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടും ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ശരിക്കും ഇഷ്ടമാവും. പിന്നെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലേസിൽ വരാൻ പറ്റും. കാരണം ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്നാലും നമുക്ക് ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും, വലിയ തിരക്കില്ലാണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു ലേസർ ഷോൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് ആ ഒരു ടവറിൻ്റെ സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊന്നും ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടില്ല. അത് വലിയൊരു ടവർ ആയതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കാണാനാണ് രസം. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ തണുത്ത് വരച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു TV ടവറിൻ്റെ ഇവിടെയും കൂടി കുറച്ച് സമയം ഒരു ലൈറ്റ് ഷോ കണ്ടിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കുട്ടി വണ്ടീസ് കാണാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഇവിടുത്തെ ഗൈഡഡ് ടൂർസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിൻ്റെ ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയി നമ്മൾ കാണിക്കും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു TV ടവറിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാ വർഷവും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ് ഷോ ആണ് നമുക്കിവിടെ കാണാൻ പറ്റാറ്. പക്ഷേ ഇത്തവണ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഇത്ര പോലെയൊന്നും രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ കുറവായിരുന്നു. പിന്നെ ഇത് മെയിൻ സെൻറ്ററിലായതുകൊണ്ടും കുറച്ച് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അടുത്ത് വന്ന് കാണണമെന്നില്ല. നമ്മളിതിൻ്റെ സൈഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു മെയിൻ ബിൽഡിംഗ് ആയതുകൊണ്ടും ആ ഒരു ലേസർ ഷോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇതൊരു വർത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ വർഷം കണ്ടാണ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് കാണാൻ വരുന്നത്. എല്ലാ വർഷവും ഈ ഒരു TV ടവർ, ബ്രാൻഡൻബർഗ് ഗേറ്റ്, ബെർലിൻ കാത്തഡ്രൽ ഇവിടെയൊക്കെ നമ്മൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് ഫുള്ളി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡേയ്സിൽ ഒരു 10 ദിവസത്തോളമാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.